നമസ്കാരം, എൻ്റെ പേര് അഖിൽ. ഞാനിന്നിവിടെ പറയുന്നത് 1960-70 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു സീരിയൽ കില്ലറും അദ്ദേഹം നടത്തിയ കുറേ കൊലപാതകങ്ങളുടെ കഥയാണ്. 1948 ഡിസംബർ 18 കാർണലിനും അതുപോലെ ക്യാമ്പർ സീനിയറിനും ഒരു കുട്ടി ജനിക്കുന്നത്. അവരുടെ രണ്ടാമത്തെ കുട്ടിയാണ്. അവരുടെ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് എഡ്മണ്ട് ക്യാമ്പർ എന്നായിരുന്നു. ഈ വേൾഡ് വാർ സെക്കൻഡ് സമയങ്ങളിൽ എന്ന് പറയുന്ന ഈ എഡ്മണ്ട് ഹാമറിൻ്റെ അച്ഛൻ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് വേൾഡ് വാറൊക്കെ അവസാനിക്കുക സമയങ്ങളിൽ ആ യുദ്ധത്തിൽ നിന്നൊക്കെ വിട്ടുമാറി അവിടെ വന്ന ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ ഇലക്ട്രോണിക് പണികളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഈ ഒരു സമയങ്ങളിൽ തന്നെ ഈ അമ്മയും അച്ഛനും തമ്മിൽ ബഹളങ്ങളും വഴക്കുകളും വലിയ രീതിയിൽ കൂടാൻ തുടങ്ങി. ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന വഴക്കുകൾ പിന്നീട് അത് വലിയ രീതിയിലായിട്ട് മാറാൻ തുടങ്ങി. ഏകദേശം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുകയും പിന്നീട് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയും ചെയ്യുകയാണ്. ഡിവോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ കോടതി വിധിക്കുന്നതെന്ന് പറയുന്നത് ഈ ക്യാമറ എന്ന് പറയുന്ന കുട്ടി അവരുടെ അമ്മയുടെ കൂടെ ജീവിക്കാനാണ്. പക്ഷേ ഈ അമ്മയുടെ കൂടെയുള്ള ജീവിതം പിന്നീട് വളരെ നരകതുല്യമായിക്കൊണ്ടേയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും എന്ത് കാര്യമുണ്ടായി കഴിഞ്ഞാലും ഈ ക്യാമറ എന്ന കുട്ടിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടായാലും അതിന് കാരണക്കാരൻ ഈ പറയുന്ന ക്യാമറ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് അവർ വരുത്തി തീർക്കുകയാണ്. പിന്നീട് കുറേ നാളുകളൊക്കെ ആയപ്പോഴത്തേക്കും ഈ ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കുട്ടിയുടെ മാനസികമായി അത് വല്ലാണ്ട് വേദനിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ക്യാമ്പറിന് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിനോടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കോടതി വിധി മൂലം അവർ അമ്മയുടെ കൂടെ നിൽക്കാനാണ് വിധിക്കപ്പെട്ടത്. അങ്ങനെ ഇവരുടെ അമ്മ മഡോണ എന്ന് പറയുന്ന അമേരിക്കയിലെ US ഒരു സ്ഥലത്തോട്ട് മാറുകയാണ്. അവിടെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാലൻ്റെ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇവൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ ബാലന് 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ കളിക്കുന്ന സമയങ്ങളിലെല്ലാം ഇവർ ചെയ്യുന്നതെന്ന് പറയുന്ന ഇലക്ട്രിക് ചെയർ, അതേപോലെ ഗ്യാസ് ചേമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കി അനുകരിച്ചാണ് ഇവർ ചെറിയ പ്രായത്തിൽ ഈ ക്യാമ്പർ എന്ന് പറയുന്ന കുട്ടി കളിക്കുന്നതിനോട് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ഒരു ചെയർ എടുത്തിട്ട് അതിനകത്ത് ചുറ്റും വള്ളി കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇലക്ട്രിക് ചെയർ ആണെന്നുള്ള രീതിയിൽ സങ്കല്പിച്ചിട്ട് അതിനകത്ത് ഇത് സഹോദരി ഇരുത്തി കറണ്ട് അടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഷോക്ക് അടിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ അത് അനുഭവിക്കും എന്നുള്ളത് സിമുലേറ്റ് ചെയ്ത് അതിനകത്തൊരു ആനന്ദം കണ്ടെത്തുന്നതിനെക്കുറിച്ച് അതൊരു ആനന്ദം കണ്ടെത്തുന്നതായിരുന്നു ആ കുട്ടിയുടെ ചെറുകാലത്ത്. ഏകദേശം ഈ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവിടുത്തെ ഒരു പൂച്ചയുടെ അവിടെ കൊണ്ടുവന്നൊരു പെറ്റായിട്ടുള്ള പൂച്ചയെ അവിടെ വെച്ച് കൊല്ലാതെ തന്നെ കുഴിച്ചു മൂടുകയും പിന്നീട് അതിലൊരു സംതൃപ്തി വരാതെ അതിനെ പുറത്തെടുത്ത് വീണ്ടും കഴുത്തറത്ത് കൊല്ലുക എന്നുള്ളൊരു ഇത് വന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും അതേപോലെ ഒരു പൂച്ചയെ അവിടെ കൊണ്ടുവരുന്നതും തെറ്റായിട്ട് കൊണ്ടുവരുന്നതും അതും ഒരു ഇഷ്ടപ്പെടാത്ത ആ കുട്ടി ഈ ക്യാമ്പർ ഈ പൂച്ചയെ അവിടെ വെച്ച് വീണ്ടും കഴുത്തറത്ത് കൊന്ന് അതിനകത്ത് കുഴിച്ചു മൂടുക. എന്നിട്ട് അതിൻ്റെ ആ തല അവരുടെ വീടിൻ്റെ അലമാരിയിൽ വെച്ച് സൂക്ഷിക്കുക. ഇത് അവരുടെ അമ്മ കാണുകയും അവരുടെ അമ്മയ്ക്ക് വളരെ പേടി തോന്നുകയും ചെയ്തു. കാരണം ഈ കുട്ടിയുടെ ഈ ഒരു വാസന അവരുടെ പെങ്ങന്മാരെയും ഉപദ്രവിക്കുമോ എന്നുള്ള. അതുമൂലം ഈ ഒരു പയ്യനെ അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ ബേസ്മെൻറ്റിൽ പൂട്ടിയിട്ടാണ് വളർത്തിയിരുന്നത്. ഒരു 15 വയസ്സ് വരെയൊക്കെ അത് അവൻ അവിടെ തന്നെ നിന്ന് വളർന്നതും വളരെ നരകതുല്യമായുള്ള രീതിയിലായിരുന്നു അവൻ്റെ പ്രായങ്ങളുടെ നടത്തവും മൊത്തവും. പിന്നീട് അവൻ അവിടെ നിന്ന് നേരെ 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, വേറെ ഒരു കൊച്ചൊക്കെ ഉണ്ടായി. അതവനെ വലിയ രീതിയിൽ മാനസികമായി അസ്വസ്ഥനാക്കുകയും ചെയ്യും. കുറച്ച് ദിവസമൊക്കെ നിന്നതിന് ശേഷം അവൻ അവിടെ നിന്ന് വീണ്ടും അവരുടെ അച്ഛൻ അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തോട്ട് മാറുക. അവിടെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കുറച്ച് നാളെ നിന്നപ്പോഴത്തേക്ക് ഈ അമ്മയുടെ അടുത്ത് എന്താണ് അനുഭവിച്ചത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവരുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ ഈ മുത്തശ്ശന് അവിടെ കൃഷി കാര്യങ്ങളായിരുന്നു. ആ കൃഷി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പന്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെടിവെക്കാൻ അങ്ങനെ ഹണ്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുട്ടിക്ക് ഒരു ഗണ്ണ് മേടിച്ച് മുത്തശ്ശൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മുത്തശ്ശനും ഈ പയ്യനും തമ്മിൽ
എല്ലാ ടൈമിലും ഏത് സമയത്തും ഈ അമ്മയുടെ കൂട്ടം തന്നെ മുത്തശ്ശി എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഈ പയ്യനെ വഴക്ക് പറയാൻ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുകയാണ്. ഒരു ദിവസം ഈ മുത്തശ്ശൻ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും വാങ്ങാനായിട്ട് ഷോപ്പിലേക്ക് പോയ സമയത്ത് കിച്ചണിൽ ഇരുന്ന മുത്തശ്ശിയും ക്യാമ്പറും തമ്മിൽ എന്തോ കാര്യം പറഞ്ഞ് അത് പിന്നൊരു വലിയ ആർഗ്യുമെൻറ്റിലേക്ക് വരികയാണ്. അങ്ങനെ ഈ പയ്യൻ അടുത്ത റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന ഈ ഹണ്ടിങ്ങിന് കൊടുത്തിരുന്ന ഗണ്ണെടുത്തുകൊണ്ട് വന്ന് ഈ മുത്തശ്ശിയെ 3 തവണ വെടിവെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മുത്തശ്ശിയുടെ ബോഡി ഒരു ബ്ലാങ്കറ്റിലാക്കി റൂമിലേക്ക് കൊണ്ടുപോയി അകത്ത് വെക്കുകയാണ്. പിന്നീടാണ് ഒരു റിയാലിറ്റിയിലേക്ക് ഈ പയ്യൻ വരുന്നത്. അന്നേരമാണ് മനസ്സിലായത് മുത്തശ്ശനിപ്പോൾ വരും. സ്വന്തം ഭാര്യയെ കൊന്നതിന് ഈ പയ്യനോട് വളരെയധികം ദേഷ്യപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. മുത്തശ്ശൻ അത് ഈ ഒരു സമയം കൊണ്ട് തിരിച്ചു വരുമ്പോൾ പയ്യൻ വീണ്ടും അടുത്ത പ്ലാൻ എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയെ മരണം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നമാണ്. അത് മുത്തശ്ശി കാണുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധനം അൺലോഡ് ചെയ്യുന്ന സമയത്ത് പുറകിലൂടെ ചെന്ന് ഗണ്ണ് വെച്ച് മുത്തശ്ശനെ 2 തവണ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ പയ്യൻ അറിയാതായിപ്പോയി. അങ്ങനെ ഈ പയ്യൻ സ്വന്തം അമ്മയെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഇതേപോലെ മുത്തശ്ശിയും കൊന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ അമ്മ ആദ്യം പറഞ്ഞത് തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, ഈ പോലീസിനെ വിളിച്ച് കാര്യം പറയുക, സറണ്ടർ ആവുക. പിന്നെ ഈ പയ്യൻ അതുപോലെ തന്നെ അനുസരിച്ചു പോലീസിനെ വിളിക്കുന്നു, സറണ്ടർ ആവുന്നു. സറണ്ടർ ആയതിനു ശേഷം സ്റ്റേഷനിൽ ചെന്നു ഇതേപോലെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പോലീസിനോട് എന്തിനാണ് തൻ്റെ മുത്തശ്ശിനെ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ മനുഷ്യൻ ഏത് രീതിയിലൊക്കെയാണ് പിടയുന്നത്, എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്നത് എന്ന് കാണാനും അതറിയാനും വേണ്ടിയാണ് സ്വന്തം മുത്തശ്ശിയെ കൊന്നതെന്നാണ് പോലീസിനോട് പറയുന്നത്. പക്ഷേ പോലീസ് റിപ്പോർട്ട് എഴുതി വെച്ചത് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് മൂലവും പോരാഞ്ഞ് ഏറ്റവും ഇഷ്ടമുള്ള അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നതും മകനുണ്ടായതും ഇതുമൂലം തീർത്തും ഒറ്റപ്പെട്ടതിൻ്റെയും വൈരാഗ്യമാണ് മുത്തശ്ശിയോടും തീർത്തു എന്നതാണ്. പിന്നീട് ഏകദേശം ഒരു 3-4 വർഷം ജയിലിൽ തന്നെ കിടന്നു. അവിടെ സൈക്യാട്രിസ്റ്റുകൾ വന്ന് പരിശോധിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ ചെന്നപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇത് ഈ കുട്ടിക്ക് മാനസികമായ പ്രശ്നമാണ്, അതുകൊണ്ട് മാനസിക കേന്ദ്രത്തിൽ, അതായത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി അവിടെ നോക്കുമ്പോൾ ഇതേപോലെ മാനസികമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അതിന് ചികിത്സ കൊടുക്കുന്നുണ്ട്. ചികിത്സ കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഡോക്ടർമാരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള അടുപ്പം ഈ പയ്യൻ സ്ഥാപിക്കുകയാണ്. അടുപ്പം സ്ഥാപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഡോക്ടർമാർ മറ്റു രോഗികളെ പരിശോധിക്കുന്നതിന് സഹായിക്കാനും എന്നുള്ള രീതിയിലെല്ലാം കൂടുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു നോർമൽ മനുഷ്യൻ്റെ IQ എന്ന് പറയുന്നത് 90 മുതൽ 110, 109 വരെയൊക്കെ വരേണ്ടത്. പക്ഷേ ഈ പയ്യൻ്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ IQ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ട IQ സ്കോർ എന്ന് പറയുന്നത് 136. അപ്പോൾ തന്നെ ഈ ഡോക്ടർമാരൊക്കെ ഞെട്ടി. അത് കുറച്ച് നാൾ ഇങ്ങനെ ഇവനെ ചികിത്സയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 145. വളരെ വലിയ IQ ആണ് പയ്യൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 1919 ഡിസംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന പയ്യന് ഒരു 21 വയസ്സൊക്കെ ആവുക. അങ്ങനെ 21ാമത്തെ വയസ്സിൽ ഈ പറയുന്ന സൈക്കാട്രിസ്റ്റുകളൊന്നും വലിയ പ്രോബ്ലമൊന്നും ഇല്ല, ഈ കുട്ടി വലിയ പ്രശ്നക്കാരനൊന്നും അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്നുള്ള റിപ്പോർട്ടോട് ജസ്റ്റ് പരോൾ കൊടുക്കുകയാണ്. പരോളോടുകൂടി പുള്ളി പുറത്തിറങ്ങി ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അവിടെയുള്ള അടുത്തുള്ള കാര്യങ്ങളിലൊക്കെ ജോലികളൊക്കെ അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ ഒരു 2 വർഷമൊക്കെ മുമ്പോട്ട് പോയി. അങ്ങനെ പിന്നീടുള്ള ടെസ്റ്റുകളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ജയിൽ മോചിതം, അതായത് പുള്ളിയുടെ മേലുള്ള എല്ലാ കുറ്റങ്ങളും നീക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ വരിക. അങ്ങനെ അതിനുശേഷം പുള്ളി അവിടെ പോകുന്നത് ഒരു പോലീസ് സേനയിൽ ചേരാൻ വേണ്ടിയാണ് പിന്നെ പുള്ളി പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഹൈറ്റ് ഓവർ ഹൈറ്റാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ പുള്ളിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 മീറ്ററോളം വരിക. അങ്ങനെ അവിടെ നിന്ന് റിജക്റ്റ് ആവുകയാണ്. പിന്നീട് ഈ പോലീസുകാരോടുള്ളത് ഒരു വലിയ ആഗ്രഹമായതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ളൊരു ബാറിൽ ജോലിക്ക് കയറുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറിൽ അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ പോലീസുകാരും വരുന്നൊരു ബാറുണ്ട്. ആ ബാറിൽ ഒരു ബാർ ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ കയറി അവിടെ കുറച്ച് നാൾ ജോലി ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വലിയ കമ്പനി ആവുകയും ചെയ്യും. ഈ ഒരു സമയം കൊണ്ട് തന്നെ പോലീസുകാരെല്ലാം അത്യാവശ്യം നല്ലൊരു കമ്പനി ആവുകയാണ് ഈ ക്യാമ്പറിൻ്റെ അടുത്ത്. ഒരു ദിവസം
പുള്ളിയുടെ ഒരു സ്കൂട്ടറിൽ പുള്ളി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറുമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവും. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ പുള്ളിക്ക് വലിയ മാരകമായ പ്രോബ്ലം വരിക. മീൻസ് വലിയൊരു ആക്സിഡൻറ്റ് വന്ന് കൈക്കൊക്കെ ഒരു ഫ്രാക്ചർ, ഇതും ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ രീതിയിലുള്ള. അങ്ങനെ ആ ഒരു ബാറിലെ ജോലി നഷ്ടപ്പെടുകയാണ്. എനിക്ക് വലിയ രീതിയിലുള്ള ഫ്രാക്ചറുകളുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി ഇതിനെതിരെ കേസിന് പോയി. ഭാഗ്യത്തിന് ഈ ക്യാമ്പറിന് അനുകൂലമായിട്ടാണ് കോടതി വിധി ഉണ്ടാകുന്നത്. അന്നത്തെ സമയത്ത് ഏകദേശം $15,000 പുള്ളിക്ക് വിധിക്കുന്നത്. $15,000 ഒരു വലിയ ഭീമമായ തുകയാണ് ആ ഒരു സമയത്ത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് പുള്ളി ഒരു കാറ് വാങ്ങിക്കുകയും അതേപോലെ ക്യാബ് ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ ക്യാമ്പറിൻ്റെ അമ്മ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയി പിള്ളേർക്ക് ക്യാബ് പോവുക, യാത്രയ്ക്ക് വേണ്ടി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ഈ ലിഫ്റ്റ് മേടിച്ച് പോകുന്ന ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇതുപോലെ ഒരു ദിവസം 1972 മെയ് മാസത്തിൽ ഇതേപോലെ രാവിലെ വീട്ടിൽ അമ്മയായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഇവരുടെ വീട്ടിൽ എന്നും സ്ഥിരമായിട്ട് വഴക്ക് ഉണ്ടാകുന്നത് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്മയായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ വണ്ടിയായിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് 2 പെൺകുട്ടികൾ, അതായത് ആ കോളേജിലെ 2 പെൺകുട്ടികൾ ഇതേപോലെ കൈ കാണിക്കുകയാണ് ഈ ക്യാമ്പറിൻ്റെ കാറിനെ. അങ്ങനെ ക്യാമ്പർ ഒരു കുഴപ്പമില്ലാത്ത രീതി അവിടെ നിർത്തിയിട്ട് അവരെ 2 പേരെയും പിക്ക് ചെയ്തിട്ട് ഇന്നൊരു സ്ഥലത്തോട്ടാണ് പോകേണ്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു കാടെത്തുന്ന സമയത്ത് ഷോർട്ട് കട്ട് എടുത്ത് കാറിലോട്ട് കയറും. പുതിയ പറഞ്ഞ് ഇതുവഴി പെട്ടെന്ന് ഷോർട്ട് കട്ട് വഴി അങ്ങ് കയറാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെയാണ് പെൺകുട്ടികൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയി ആളൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഈ കാർ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ പുറകോട്ടിറങ്ങി കാറിനകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു ഹാൻഡ് കാഫ് എടുത്ത് ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് അതിനകത്തോട്ട് കാഫ് ചെയ്യുകയാണ്, പെട്ടെന്ന് ലോക്ക് ചെയ്തിടുക. ഇത് കണ്ട് പേടിച്ച് മറ്റു പെൺകുട്ടി ഇറങ്ങി ഓടുന്ന സമയത്ത് കാടല്ലേ, അവർക്കും വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു കാട്. അങ്ങനെ ആ കാട്ടിലോട്ട് പെട്ടെന്ന് ഈ ക്യാമ്പർ ഇതേപോലെ തിരക്കി അന്വേഷിച്ചൊരു കത്തിയുമായിട്ട് ചെന്നു. ഈ പെൺകുട്ടി കുറേയൊക്കെ ഒളിച്ചിരുന്നിട്ടൊന്നും നടന്നില്ല. കണ്ടുപിടിച്ചിട്ട് ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ അവിടെ വെച്ച് തന്നെ കുത്തി കൊന്നിട്ട് ആ പെണ്ണിൻ്റെ ബോഡി വലിച്ചഴച്ച് കാറിനടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി കണ്ട് നിലവിളിക്കുക. ആ പെൺകുട്ടിയുടെ ഹാൻഡ് കപ്പൊക്കെ അഴിച്ച് പുറത്തെടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ നെഞ്ചത്ത് ഇതേപോലെ കുത്തിയിറക്കി 1 തവണ 2 തവണ 3 തവണ അതുപോലെ ഒരുപാട് മരണം സംഭവിക്കുന്നവിടം വരെ കുത്തിയിട്ട് ഈ 2 ബോഡിയും കൂടി കാറിൻ്റെ ട്രങ്കിനകത്ത് എടുത്തിട്ടിട്ട് ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവുക. അവിടെ എത്തുന്ന സമയമായപ്പോഴത്തേക്ക് അമ്മ അവിടെ ഇല്ല. ആ സമയം കൊണ്ട് വീടിനകത്ത് കൊണ്ട് കയറ്റി 2 ബോഡിയും അകത്തോട്ട് കയറ്റിയിട്ട് അങ്ങനെ ഈ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉള്ളിൽ കയറ്റിയതിന് ശേഷം ഈ ബോഡിയുടെ കാലുകളും കൈകളും ഇതുപോലെ തലയും എല്ലാം വെട്ടി വേറെ മാറ്റി വെച്ചതിന് ശേഷം ഈ കാലും കൈമൊന്നുമില്ലാത്ത ബോഡിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആരും അറിയാതെ ഈ 2 ബോഡിയും ഇതിൻ്റെ തലകളെടുത്ത് അവിടെ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അതുപോലെ കൈകാലുകൾ വേറെ പല സ്ഥലങ്ങളിലും. അങ്ങനെ ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഈ ബോഡികളൊക്കെ അവിടെ നിന്ന് കണ്ടുകിട്ടുന്നത്. പിന്നീട് ഇതുപോലെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ ഒരു കാര്യമില്ലാതെ നോർമൽ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സെപ്റ്റംബർ 14, 1972 ഇതേപോലെ രാവിലെ വീട്ടിൽ അമ്മയുമായിട്ടുള്ള വഴക്കുകളെല്ലാം വലിയ രീതിയിൽ മൂർച്ഛിക്കുകയും അതിനുശേഷം അവിടുന്ന് വീട് വിട്ടിറങ്ങി ഇതേപോലെ കാറുമായി പുറത്തിറങ്ങി ഓരോ വിക്ടിമിനെ തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. തിരക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു പെൺകുട്ടി അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. അനീക്കോ എന്ന് പറയുന്നൊരു പെൺകുട്ടി അവിടെ വെച്ച് കണ്ടുമുട്ടുക. അതൊരു കൊച്ചു പെൺകൊച്ചായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലിക. കൈ കാണിക്കുന്നു, ഇതേപോലെ അകത്ത് കയറുന്നു. അകത്ത് കയറിയിട്ട് ഈ വണ്ടിയിൽ ഓടിക്കുന്ന ഗണ്ണെടുത്ത് വെച്ച് കാണിച്ച് പേടിപ്പിച്ചിട്ട് കൊണ്ടുപോയി ഒരാളൊഴിഞ്ഞ് അവിടെ എത്തി വെടിവെച്ച് കൊല്ലുകയാണ്. ഇതേപോലെ അതിന് ഈ കഴിഞ്ഞ ബോഡിയിൽ എന്തൊക്കെ ചെയ്തു അതേപോലെ എല്ലാം കൊണ്ടുപോയി ചെയ്തിരിക്കുക. അതിനുശേഷം പിന്നീടും 1-2 പെൺകുട്ടികളെയും ഇതേപോലെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ ഇതേപോലെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുകയും അതും ഈ ജീവനില്ലാത്ത ശരീരത്തെ എന്നിട്ട് ബോഡി ഇതേപോലെ തന്നെ മറവുകയും ചെയ്യുകയാണ്. അതിനകത്തൊരു പെൺകുട്ടിയുടെ ബോഡി ഇവരുടെ ഈ ക്യാമ്പറിൻ്റെ അമ്മ കിടക്കുന്ന സൈഡിലുള്ള പൂന്തോട്ടത്തിൽ അമ്മയെ കാണുന്ന രീതിയിൽ കുഴിച്ചിടുക. പിന്നീട് ഒരു തവണ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴും ഇതേപോലെ ദേഷ്യം വരും, അതുകൊണ്ട് അമ്മയെ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമ്മയെ കാണാൻ വേണ്ടിയാണ് അതേപോലെ ചെയ്തതെന്നാണ് പറയുന്നത്.
ഇങ്ങനെ ഏകദേശം ഒരു അവസാനമൊക്കെ സമയമാകുമ്പോഴത്തേക്ക് 1973 ജാനുവരി 7-ാം തീയതി ആകുമ്പോഴത്തേക്ക് ക്യാമറ ഇതേപോലെ പ്രശ്നം വരിക. പ്രശ്നം വരുമ്പോൾ ക്യാമറ ആലോചിക്കും എന്തിന് ഇതേപോലെ ഇതാക്കണം, സ്വന്തം അമ്മയെ തന്നെ അങ്ങ് കൊല്ലാം എന്ന് തീരുമാനമെടുക്കുക. കാരണം ഇതേപോലെ അന്നത്തെ ദിവസം ഈ ക്യാമറൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പിതാവുമായിട്ട് പിരിഞ്ഞതിന് ശേഷം എപ്പോഴും ആൽക്കഹോളിക്കായ ഒരു സ്വഭാവമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇതേപോലെ ബാറിൽ പോയി നല്ല രീതിയിൽ കുടിച്ച് ഫിറ്റായതിനു ശേഷം വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ക്യാമറയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് നേരെ കയറി കിടക്കുക. ഇത് കണ്ട ക്യാമറ കുറേ നേരം സമാധാനത്തോടെ ഇരുന്നു. ഈ സ്ത്രീ ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞപ്പം അപ്പുറത്തെ റൂമിൽ പോയി ഇതുപോലെ ഒരു ചുറ്റികൽ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ തലക്കടിച്ച് ഇവരെ കൊല്ലുക. എത്ര അടിച്ചിട്ടും ദേഷ്യം തീരുന്നവിടം വരെ ഒരുപാട് പല തവണ അടിച്ചു മുഖം വികൃതമാകുന്ന രീതി വരെ അടിച്ച് ആ ഒരു അമ്മയെ കൊല്ലുകയാണ്. കൊന്നിട്ട് അവരുടെ നാക്ക് കട്ട് ചെയ്തെടുക്കുക. കാരണം ഈ നാക്ക് കൊണ്ടാണ് എന്നെ ഇത്രയും നാൾ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ചത്, കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് നാക്ക് പിഴുതെടുക്കുക. പിഴുതെന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ക്ലോസറ്റിട്ട് കളയുക. അതുപോലെ തന്നെ മുഖത്ത് ഒരുപാട് തവണ കൊന്നതിന് ശേഷം അടിക്കുക, അവൻ്റെ ദേഷ്യം തീരുന്നവിടം വരെ. ഇതിനൊക്കെ ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ഒരു കൂട്ടുകാരൻ 59 വയസ്സുകാരനുണ്ടായിരുന്നു. അവനെയും വിളിച്ച് വീട്ടിലോട്ട് വരുത്തുക. ഇതേപോലെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഇവിടെ ഫുഡൊക്കെ വെച്ച് ഇന്നിവിടെ കൂടാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് ഇദ്ദേഹത്തെ ഇതേപോലെ തന്നെ കൊല്ലുക. കൊന്നിട്ട് എല്ലാം മറവ് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് അവസാനം പോകുന്ന വഴിക്ക് പോലീസിനെ വിളിച്ചിട്ട് പറയുക, ഞാൻ ഇന്നതുപോലെ ഇത്ര പേരെ കൊന്നിട്ടുണ്ട്, ഇതേപോലെ എൻ്റെ അമ്മയും കൊന്നു, അമ്മയുടെ സുഹൃത്തിനെയും കൊന്നു. ഇത് കേട്ട പോലീസ് ഓടി തന്നെ അവിടുത്തെ. കാരണം ഇത്രയും സ്ത്രീകളുടെ കൊലപാതകം നടന്നിട്ടും ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പോലീസ് ഒരുപാട് ശ്രമിച്ചിട്ടൊന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ സർവ്വസന്നാഹങ്ങളുമായി ഇവിടെ വന്ന് ഈ പോലീസിനെ കാത്തിരിക്കുന്ന പോലെ തന്നെ ഈ പടിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ പയ്യൻ. അതായത് ക്യാമറ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് എത്തി ഈ ക്യാമറനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ചോദിക്കുന്നത്, നീ ഇത്രയും രക്ഷപ്പെടാനുള്ള എല്ലാ പ്ലാനുകളും ഉണ്ടാക്കി തിരിച്ച് പോകാനുള്ള എല്ലാ രീതിയിലും ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പോലീസിൽ കീഴടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഞാൻ ഇത്രയും പേരെ കൊന്നത് ഈ അമ്മയോടുള്ള വൈരാഗ്യവും ദേഷ്യവും കൊണ്ടാണ്. പക്ഷേ ഇവരെ കൊന്നപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാ വൈരാഗ്യവും ദേഷ്യവും എൻ്റെ സ്വഭാവവും എല്ലാം മാറി. അപ്പോൾ എനിക്ക് തോന്നൽ വന്നു, ഞാൻ ഇത്രയും നാളും മറ്റുള്ളവരെ ഒരു തെറ്റും ചെയ്യാത്തവരെ കൊന്നതെല്ലാം വളരെ വലിയ തെറ്റാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എനിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധിയുള്ള ശിക്ഷ വാങ്ങിത്തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് സ്വയം കുറ്റമേറ്റു പറയുന്നത്. അങ്ങനെ പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നു. അവിടെ തന്നെ ഈ ക്യാമ്പർ ജഡ്ജിയോട് സ്വയം കുറ്റമേറ്റു പറയുകയും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയർ തന്നെ വേണം, അതായത് മരണം തന്നെ വേണം എന്ന് അവിടെ വാദിക്കുകയും, പക്ഷേ ഈ സ്വയം ഏറ്റു പറഞ്ഞത് കൊണ്ടും എല്ലാം കാരണത്താലും കോടതി ജീവപര്യന്തമാണ് ശിക്ഷിക്കുന്നത്. പക്ഷേ ഈ തടവറയിൽ വെച്ച് തന്നെ 2 തവണ ക്യാമ്പർ ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് വലുതാകുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രായത്തിലല്ല ഇതേപോലെയൊക്കെ ആവുന്നത്. ചെറുതിലെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കൊണ്ടൊക്കെ, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളും അവർ കാണുന്നതും കേൾക്കുന്നതും വെച്ചൊക്കെയാണ് അവരൊരു സൈക്കോ ആകുന്നതും അല്ലെങ്കിൽ മാനസിക വൈകൃതമുള്ളവരൊക്കെ ആയി മാറുന്നത്. അതായത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെയാണ് ഇവരെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നത്.